ബൈബിളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുവാൻ നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവം ഒരു നിയോഗം നൽകുന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയുമില്ലാത്ത വിഷയത്തെ നോക്കി അങ്ങ് പ്രഖ്യാപിച്ചോണം. ആത്മാവ്, വചനത്തിനകത്തെ വിശ്വാസത്തിൻ്റെ ആത്മാവ് പോയി ദൈവപൈതലെ നിനക്ക് വേണ്ടി അത് ചെയ്തു തരും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടും ഒരു നല്ല ദിവസം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവവചനം ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിൻ്റെ ആഴങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നില്ല. ഈ ദിവസങ്ങൾ നമ്മൾ തീർമാനമായിട്ട് കഴിഞ്ഞ 3-4-5 ദിവസമായിട്ട് ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, ബൈബിളിനകത്തുള്ള ഓരോ സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നുള്ളൊരു ഭാഗമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസ പ്രഖ്യാപനങ്ങൾ നിയോഗത്തോടുകൂടെ പ്രഖ്യാപിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത് തൻ്റെ നാമമഹത്വത്തിനായിട്ടത് ഫുൾഫിൽ ചെയ്യും, പൂർണ്ണമാക്കി തരും. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 1-ാം വാക്യം. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ഷേക്കേലിന് 1 സെയാ കോതമ്പുമാവും ഷേക്കേലിന് 2 സെയാ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ ദൈവവൈതലേ, അനേക പ്രിയപ്പെട്ടവർ പുതിയതായിട്ട് കർത്താവിലേക്ക് വന്ന അവരുടെ ജീവിതം മുഴുവനും കർത്താവിൽ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് നിയോഗത്തോടെ വയ്ക്കുന്ന ചില ചുവടുവയ്പ്പുകൾ വേഗത്തിൽ സഫലമാകുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും ഈ ഹാലിൽ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ദൈവത്തിന് മുഖപക്ഷമില്ല. തന്നെ കണ്ണുമടച്ച് ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിയോഗത്തിൻ്റെ സ്റ്റെപ്പുകൾ വെക്കുന്നോ അവർക്ക് വേണ്ടി തൻ്റെ നാമം മഹത്വപ്പെടാനായിട്ട് ദൈവം എന്തും ചെയ്യും. ഈ അകമ്പടി നായകനെ പോലെ സ്വർഗത്തിലെ ദൈവത്തിന് ആകാശത്തിൽ കിളിവാലുണ്ടാക്കിയത് പറ്റത്തില്ല എന്ന് പറയുന്ന നെഗറ്റീവ് മെൻറ്റാലിറ്റി വിശ്വാസത്തിൽ പഴക്കം ചെന്നവർ മാറ്റാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. 2 തരത്തിലുള്ള ആത്മീയജീവിതം നമുക്കൊരിക്കലും നടക്കത്തില്ല. ഒന്നുകിൽ വിശ്വാസിയായിട്ട് ദൈവം പറയുന്നത് അനുസരിച്ച് ദൈവനിയോഗത്തിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത റൂട്ടിൽ അവൻ പോയി നിത്യമായ യാതനാ സ്ഥലത്തേക്ക് എത്തുക. അല്ലാതെ ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പുട്ടുമായിട്ട് പോയാൽ വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. ഇവിടെ നോക്കിയേ, എലീശ അവിടെ പറയുക, എൻ്റെ വാക്കല്ല, എൻ്റെ ശബ്ദമല്ല, ഇവിടെ ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിനെപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്. ദൈവം ദൈവത്തിൻ്റെതായ സാധ്യതകളെ ചിന്തിക്കുന്നത്. ദൈവം ദൈവത്തിൻ്റെതായ ഹാലിൽ കാര്യങ്ങളെ ചെയ്യുന്നത്. അതിന് നമ്മളങ്ങ് നിന്നുകൊടുത്താൽ മാത്രം മതി, ബാക്കി ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. നോക്കിയേ, ഇവിടെ ഉറക്കെ വിളിച്ച് പറയുന്നതുവാ, നാളെ ഇതേ സമയം ഷേക്കലിന് 1 സെയാ കോതമ്പുമാവും ഷേക്കലിന് 2 സെയാ യവവും വിൽക്കുമെന്ന് എലീശ പറയുന്ന നല്ല പറഞ്ഞേ, യഹോവ അരുളി ചെയ്യുന്നു. എടാ, ദൈവത്തിൻ്റെ നാവായിട്ട് നിന്നെ ഉപയോഗിക്കുമ്പോൾ അത് നിന്റെ ശബ്ദമാണെന്ന് നിനക്കും തോന്നരുത്, കേൾക്കുന്നവർക്കും തോന്നരുത്. അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തന്നെ തിരിച്ചറിയാൻ മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കുകയാണ്. നോക്കിയേ, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ ആ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചപ്പോൾ അകമ്പടി നായകൻ അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. വിശന്ന് വലഞ്ഞ ജനം അവനെ ചവിട്ടി എന്തു ചെയ്തു? അതിലോട്ട് മുന്നോട്ട് നീങ്ങി. അവൻ അതിൽ നിന്ന് കഴിക്കാനായിട്ട് പറ്റിയില്ല. പ്രിയ ദൈവപൈതലേ, ദൈവം നിൻ്റെ ജീവിതത്തിനകത്തൊരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് തരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ കർത്താവേ, ഏത് രീതിയിലാണ് കർത്താവേ, എനിക്കത് പറ്റുമോ, എന്നെക്കൊണ്ട്? നീ പറയണ്ട. ദൈവം ദൈവമാ. ഇവിടെ അകമ്പടി നായകൻ എന്തോ പറഞ്ഞേ, യഹോവയായ ദൈവം ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാൽ നടക്കത്തില്ലെന്ന്. സ്വർഗം പറയും, ആകാശത്തിൽ കിളിവാതിലൊന്നും ഉണ്ടാക്കണ്ട മോനെ, 4 കുഷ്ഠരോഗികളെ ഞാൻ ഉപയോഗിക്കാനായിട്ട് പോവാ. കണ്ടോ, ദൈവത്തിനൊന്നും മറഞ്ഞു കിടക്കുന്നല്ല കേട്ടോ. ദൈവത്തിനൊന്നും മറഞ്ഞു കിടക്കത്തില്ല കേട്ടോ. ഇന്ന് ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തും
കർത്താവ് ചിലത് ചെയ്യും ചെയ്യും ചെയ്യും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീയോടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളെക്കാളും കർത്താവ് ഇവരെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ടോ ആ മേഖലകളെല്ലാം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശങ്ങളെ സ്വീകരിക്കണമേ. വചനം അയച്ച് ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുക. കൃപയുടെ മറവിൽ മറച്ചാട്ട്, കൃപയുടെ മറവിൽ മറച്ചാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.